കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി. ചരിത്ര നിമിഷങ്ങൾക്ക് തന്നെയാണ് നാം സാക്ഷ്യം വഹിച്ചത്. വർണ്ണാഭമായ നിമിഷത്തിൽ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ടോടെയാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയായതാണ്. ചരക്ക് നീക്കം നടത്തുന്നതിനുള്ള ട്രയൽ റണ്ണിന് ഇതോടെ തുടക്കമായി. ഇപ്പോഴിതാ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വ്യവസായ വികസനത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ മാസ്റ്റർ പ്ലാൻ ഒരുക്കുകയാണ്. റെസിഡൻഷ്യൽ, വാണിജ്യം, വ്യവസായം, ലോജിസ്റ്റിക് എന്നീ മേഖലകളായി തരംതിരിച്ചുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ഇതിനോടകം 6-ലധികം വ്യവസായ ഗ്രൂപ്പുകളുമായി ഇത് ചർച്ച നടത്തിയിട്ടുണ്ട്. അടുത്ത വർഷത്തെ ആഗോള നിക്ഷേപ സംഗമത്തിൽ കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കുന്നതിനു വേണ്ടി വിഴിഞ്ഞം തുറമുഖ അനുബന്ധ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു. വ്യവസായ വികസനത്തിന് ഭൂമിക്കായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലാൻഡ് പൂളിംഗ് പദ്ധതിയും ഒരുക്കും. ഇതിന്റെ ഭാഗമായി കിൻഫ്ര, KSIDC എന്നിവിടങ്ങളിലെ ഭൂമിയുടെ പാട്ടക്കാലാവധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വ്യവസായ ഭൂമിയുടെ പാട്ടവ്യവസ്ഥകൾ പരിഷ്കരിച്ച് വൻകിട വ്യവസായങ്ങൾ ആകർഷിക്കാനാണ് പദ്ധതിയിടുന്നത്. നിലവിൽ പാട്ടകാലാവധി 30 മുതൽ 60 വർഷം വരെയാണ്. ഇതനുസരിച്ച് പാട്ടത്തുകയുടെ 10% മുൻകൂറായി 50% ഒരു മാസത്തിനകം നൽകണം. ബാക്കി തുക പലിശ സഹിതം 2 വർഷത്തിനിടെ 2 ഗഡുക്കളായാണ് അടയ്ക്കേണ്ടത്. അതുപോലെ നിലവിലെ ചട്ടപ്രകാരം പാട്ടമൊഴിയുന്നവർ അവശേഷിക്കുന്ന പാട്ടത്തുക പൂർണ്ണമായും അടച്ചു തീർക്കണം. എന്നാൽ പുതിയ ചട്ടങ്ങളിലൂടെ ഇതെല്ലാം മാറുകയാണ്. കൂടുതൽ ഇളവുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. ഈ ചട്ടമനുസരിച്ച് വൻകിട ഇതര നിക്ഷേപകർക്ക് 60 വർഷത്തേക്കും 100 കോടി രൂപയിൽ അധികമുള്ള നിക്ഷേപങ്ങളിൽ 90 വർഷം വരെയും ഭൂമി അനുവദിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 ഏക്കർ ഭൂമിയാണ് ഇതിനായി അനുവദിക്കുക. 50 മുതൽ 100 കോടി വരെയുള്ള നിക്ഷേപത്തിന് പാട്ട പ്രീമിയത്തിന്റെ 20% തുകയും 100 കോടിക്കുമേൽ 10% തുകയും മുൻകൂട്ടി അടയ്ക്കണം. 50 ഏക്കറിന് മുകളിൽ ഭൂമിയും 100 കോടി രൂപ കുറഞ്ഞ നിക്ഷേപവുമുള്ള പാരമ്പര്യേതര ഊർജ്ജ പദ്ധതികളിൽ വാർഷിക വാടകാടിസ്ഥാനത്തിൽ പരമാവധി 20 വർഷത്തേക്ക് ഭൂമി അനുവദിക്കും. അതുപോലെ പാട്ടമൊഴിയുന്നവർ വിവിധ സ്ലാബുകൾ അനുസരിച്ച് പാട്ടത്തുക കുടിശ്ശിക അടച്ചാൽ മതി. അതായത് 5 വർഷത്തിനകം ഒഴിയുന്നവർ പകുതി തുകയും 7 വർഷം വരെ 20%, അതിനു മുകളിലുള്ളവർ 10% അടച്ചാൽ മതി. ഇതോടെ ബിൽഡർ സ്ഥലം ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കും സൗകര്യങ്ങൾക്ക് സാബ് ലീസിംഗും അനുവദിക്കും. വാർത്തകളുടെ നിറം തേടി തനിനിറം.